ജെ സുധാകരന്റെ തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തി എന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് ആദ്യം വിഷയമായി എടുക്കുന്നത്. മുൻമന്ത്രി ജി സുധാകരനും CPM-നും വിനയായിരിക്കുകയാണ് ഈ വാവിട്ട വാക്ക്. ആലപ്പുഴ സൗത്ത് പോലീസാണ് ഇതിനു പിന്നാലെ സുധാകരനെതിരെ കേസെടുത്തിരിക്കുന്നത്. ജില്ലാ വരണാധികാരിയായ കളക്ടറുടെ പരാതിയിലാണ് കേസ്. പ്രസംഗത്തിൽ ജി സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ, അതായത് മൊഴി രേഖപ്പെടുത്തി 24 മണിക്കൂറിനുള്ളിലാണ് പോലീസും കേസെടുത്തിരിക്കുന്നത്. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശം ലഭിച്ച ശേഷമായിരുന്നു പോലീസിന്റെ നീക്കം. അതോടൊപ്പം തന്നെ സുധാകരനെതിരെ കേസെടുക്കാൻ ആധാരമായ വിവാദ പ്രസംഗം ആദ്യം കേൾക്കാം. ആ ഇലക്ഷൻ പോസ്റ്റർ നമ്മൾ വിചാരിച്ച ഒരുപാട് പോസ്റ്റർ വന്നിട്ട് സാറിന് അപ്പൊ എല്ലാം ദേശീയാധ്യക്ഷ ഞങ്ങൾ ഒട്ടിക്കാൻ നമ്മൾ പ്രയാസമില്ല. പക്ഷെ ഒട്ടിച്ചു തന്നാൽ ആരും അറിയില്ല എന്ന് കരുതുന്ന പാർട്ടികൾ ഞങ്ങൾ ഒട്ടിക്കും. ഒട്ടിച്ച് വെരിഫൈ ചെയ്ത് ഞങ്ങൾ തിരുത്തി എന്റെ പേര് കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല. യെസ്, സുധാകരന്റെ ഈ വിവാദ പരാമർശത്തിന് പിന്നാലെയായിരുന്നു ഇന്നിപ്പോൾ പോലീസ് അടക്കം സുധാകരനെതിരെ എടുത്തിരിക്കുന്നത്. ആദ്യം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാം. സുധാകരന്റെ വിവാദ പരാമർശം 1989 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തി എന്നായിരുന്നു മുൻ മന്ത്രി കൂടിയായ മുതിർന്ന CPM നേതാവ് സുധാകരൻ പറഞ്ഞിരുന്നത്. CPM-ന്റെ സർവീസ് സംഘടനയായ KSDA-യുടെ നേതാവായിരുന്ന KV ദേവിദാസ് ആയിരുന്നു അന്ന് ആലപ്പുഴയിൽ മത്സരിച്ചത്. ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി, അതായത് ആ സമയത്ത് സുധാകരൻ ഇലക്ഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. അന്ന് ഇത്തരത്തിൽ വോട്ട് ഈ ബാലറ്റ് പൊട്ടിച്ച് തിരുത്തിയെന്ന പരാമർശമാണ് സുധാകരന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അന്ന് വക്കം പുരുഷോത്തമനെതിരെയായിരുന്നു ദേവിദാസ് മത്സരിച്ചത്. എന്നാൽ 1.25 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വക്കം അന്ന് ജയിക്കുകയും ചെയ്തു. ഇത്തരത്തിലാണ് ആ പരാമർശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1989 പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, അതായത് അത്രത്തോളം വർഷങ്ങൾ, 36 വർഷം മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ നടന്നു എന്നാണ് സുധാകരൻ ഇപ്പോൾ കുറ്റസമ്മതം എന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് പിന്നാലെ സുധാകരന്റെ പ്രതികരണം വന്നു. കൊലക്കുറ്റമല്ല, എന്തിനു ഭയക്കണം? അതായത് നിലവിൽ ഈ പ്രസംഗത്തിന് പിന്നാലെ ഇത് വലിയ വിവാദങ്ങൾക്കൊക്കെ വഴിവെച്ചു. താൻ എന്തിനു ഭയക്കണമെന്നും ഇതൊരു കൊലക്കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നുമായിരുന്നു അതിന് പിന്നാലെ സുധാകരന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം. ആദ്യം ഈ പ്രസംഗം നടത്തുമ്പോൾ തന്നെ നിയമപരമായി നേരിടേണ്ടി വന്നാൽ അത്തരത്തിലും പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകില്ല എന്ന രീതിയിലായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇത് ഇപ്പോൾ രണ്ടാമതായി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണമായിരുന്നു. കൊലക്കുറ്റമൊന്നുമല്ല ചെയ്തത്, തനിക്ക് ഭയമില്ല എന്ന്. എന്നാൽ അതിനു പിന്നാലെ ഈ ഭാവന അല്പം കൂടിപ്പോയോ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ട് പിന്നീട് അത് കുരുക്കാകും എന്ന് മനസ്സിലായതോടെ സുധാകരൻ മലക്കം മറിഞ്ഞു. ബാലറ്റ് തുറന്നു നോക്കിയിട്ടില്ലെന്നും കള്ളവോട്ട് ചെയ്യുകയോ ചെയ്യിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്ത ഒരു വാക്കായിരുന്നു കാര്യങ്ങൾ അല്പം ഭാവന കലർത്തി പറയുകയാണ് ചെയ്തതെന്നും CPI-യുടെ ഒരു വേദിയിൽ അദ്ദേഹം ഇതിന് പിന്നാലെ പറഞ്ഞു. അതായത് ഈ കാര്യങ്ങളൊക്കെ തന്നെ കൈവിട്ടു പോകും, നിയമക്കുരുക്കൊക്കെ ഉണ്ടാകും എന്നൊരു സാധ്യത മുന്നിൽ കണ്ട് ആ ആദ്യം നടത്തിയ പ്രസംഗത്തിൽ നിന്ന് അദ്ദേഹം മലക്കം മറിയുകയായിരുന്നു. എന്നാൽ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ട്രാൻസ്പെറൻസി ചോദ്യം ചെയ്യുന്ന ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി തുടങ്ങി. അമ്പലപ്പുഴയിലെ തഹസിൽദാർ K. അൻവറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സുധാകരന്റെ മൊഴിയെടുത്തു. മൊഴിയുടെ വിശദമായ റിപ്പോർട്ട് ഇനിയിപ്പോൾ ജില്ലാ കളക്ടർക്ക് കൈമാറും. അതിന് പിന്നാലെയാണ് ഈ പോലീസിന്റെ കേസ് വരുന്നത്. കൃത്യമായി ഈ ഇത്തരത്തിൽ 36 വർഷം മുൻപ് നടന്നൊരു കാര്യമാണ്, ഒരു പ്രസംഗത്തിന്റെ മാത്രം തെളിവേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കേസ് എടുക്കണോ എന്ന് കൃത്യമായ നിയമോപദേശം തേടിയ ശേഷമാണ് പോലീസ് സുധാകരനെതിരെ കേസെടുത്തത്. സുധാകരനെതിരെ ചുമത്തിയ വകുപ്പുകൾ കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. IPC 1860 സെക്ഷൻ 456, 468, 471 വകുപ്പുകൾ. അതായത് ഈ വകുപ്പുകൾ സൂചിപ്പിക്കുന്നത് വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഈ IPC വകുപ്പുകളിൽ ചുമത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെ 1951 1988 ജനപ്രാതിനിധ്യ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സെക്ഷൻ 135, 135A, 136, 128 എന്ന വകുപ്പുകളും ചേർത്തിട്ടുണ്ട്. ഈ വകുപ്പുകളൊക്കെയാണ് FIR രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പുകൾ നോക്കുകയാണെങ്കിൽ അതിൽ ഈ ബാലറ്റ് പൊട്ടിച്ചു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ വോട്ടെടുപ്പിന്റെ രഹസ്യാത്മകത ലംഘിക്കൽ, ബാലറ്റ് പുറത്തേക്ക് കൊണ്ടുപോവുക, സ്വതന്ത്രമായി വോട്ട് ചെയ്യാനുള്ള അവകാശം തടസ്സപ്പെടുത്തൽ, ബാലറ്റ് തിരുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയത്. ഇതിപ്പോൾ കേസ് എടുത്തിട്ടുണ്ടെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കേസായിരിക്കും ഇത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ
36 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കേസാണ്. ഈ 1989 തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ആ കാലത്ത് ഇത്തരത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ തെളിവുകൾ ഹാജരാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ അത് ഈ ഘട്ടത്തിൽ ലഭിക്കുമോ എന്ന കാര്യം മുൻനിർത്തിയായിരിക്കും ഇനി അന്വേഷണമൊക്കെ നടക്കുക. തെളിവുകളുടെ അഭാവമുണ്ട്. ഇന്നിപ്പോൾ ആകെ ഈ പോലീസിന്റെ കയ്യിൽ ഉള്ള ഒരു തെളിവ് എന്ന് പറയുന്നത് വീഡിയോ തെളിവ് മാത്രമാണ്. അതായത് സുധാകരൻ ഈ വിവാദ പ്രസംഗം നടത്തിയ വീഡിയോ തെളിവ് മാത്രം. അതിന് പിന്നാലെ തഹസിൽദാർ അടക്കം മൊഴിയെടുക്കാൻ വന്നപ്പോൾ സുധാകരൻ തന്നെ അത് മാറ്റി പറയുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെ മലക്കം മറയുകയും ചെയ്തു. ഈ വിവാദ പ്രസംഗത്തിന്റെ വീഡിയോ മാത്രമാണ് നിലവിൽ തെളിവായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിയമോപദേശം ലഭിച്ചതിന് പിന്നാലെ പോലീസ് കേസെടുത്തത്. അല്ലാതെ മറ്റ് തെളിവുകളൊന്നും തന്നെ ഈ ഘട്ടത്തിൽ പോലീസിന്റെ കൈവശമില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടി വരും. ഇനി ഇപ്പോൾ CPM എന്നും വെട്ടിലാകുന്ന ചില പരാമർശങ്ങൾ നടത്തിയ ഒരാളാണ് സുധാകരൻ. എന്നാൽ നിലവിലെ പാർട്ടിയിലെ പ്രതിസന്ധിക്കപ്പുറം ജനാധിപത്യ പ്രക്രിയയെ തന്നെ ചോദ്യമുനയിൽ നിർത്തിയ സുധാകരന്റെ പരാമർശം നിയമപ്രശ്നങ്ങളിലേക്കും പോവുകയാണ്. പാർട്ടി ഇനി എങ്ങനെയാണ് ഈ പ്രതിസന്ധിയെ നേരിടുക, പരിഹരിക്കുക എന്നറിയണം. സുധാകരന്റെ പ്രസംഗത്തെ ഈ 1989 LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച KV ദേവിദാസ് തന്നെ തള്ളിയിരുന്നു. എന്നാൽ ഈ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായ നാസർ പറഞ്ഞത് FIR ഇട്ട് കേസെടുക്കാൻ എന്ത് തെളിവാണുള്ളത് എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത്. പക്ഷേ പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന രീതിയിൽ സുധാകരനെ തള്ളിയുള്ള പ്രതികരണമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ആ പ്രതികരണങ്ങൾ കേൾക്കാം. TV-യിലൂടെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, അത്ഭുതപ്പെട്ട്. എന്താ ഇങ്ങനെ സുധാകരൻ പറയണത്? നിയമവിരുദ്ധമായ പ്രവർത്തനത്തിന് പാർട്ടി കൂട്ടുനിൽക്കുകയല്ല. അല്ല, പാർട്ടിക്കെതിരെ അതൊന്നും പറയാനില്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹം തന്നെ നിഷേധിച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യം പറഞ്ഞ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അത് കൈകാര്യം ചെയ്യാൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് അദ്ദേഹം പറഞ്ഞതാണ്, അതിലാണ് പാർട്ടിയുള്ളത്. സുധാകരൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇത്തരത്തിൽ ഈ വോട്ടെടുപ്പിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് എല്ലാ കാലത്തും പ്രതിപക്ഷം CPM-നെതിരെ ഉയർത്തിയ ഒരു ആയുധമായിരുന്നു. ഇപ്പോൾ വടി കൊടുത്ത് CPM അടി വാങ്ങുക എന്ന രീതിയിലാണ് സുധാകരന്റെ പ്രസംഗം കൂടി വരുന്നത്. അതുകൊണ്ട് തന്നെ കേസെടുക്കുന്ന എന്ന് ഭയന്നുകൊണ്ടാണ് സുധാകരൻ പ്രസ്താവന തിരുത്തിയത് അല്ലെങ്കിൽ മലക്കം മറിഞ്ഞത് എന്നായിരുന്നു കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. സുധാകരൻ സത്യസന്ധനായതുകൊണ്ടാണ് വെട്ടിത്തുറന്ന് എല്ലാം പറഞ്ഞതെന്ന് UDF കൺവീനർ അടൂർ പ്രകാശും പ്രതികരിച്ചു. പ്രധാനമായും കള്ളയോട്ടാണ്, അതിന് ജനാധിപത്യ വോട്ടെന്നാണ് CPM വിളിക്കുന്നത്. ആ കള്ളയോട്ടുകളാണ് സാധാരണ അവരെ ജയിപ്പിക്കാറുള്ളത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കൃത്രിമങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ളത് സത്യമാണ്. പിന്നെ സുധാകരൻ പാവമായതുകൊണ്ട് അദ്ദേഹം ഇത് തുറന്നു പറഞ്ഞതേ ഉള്ളൂ. പുലിവാലായപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഭാവനയാണെന്ന് പറയുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ നിഷ്കളങ്കത കൊണ്ടായിരിക്കും ഈ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത്. പണ്ട് ഞങ്ങളൊക്കെ ഇന്നത് ചെയ്തിട്ടുണ്ട് എന്നതിനെ കുറിച്ച് നിഷ്കളങ്കത കൊണ്ട് ഞാൻ. ഇനിയിപ്പോൾ കേസിന്റെ പോക്ക് എന്താകും, പാർട്ടി എങ്ങനെയായിരിക്കും പ്രതിരോധിക്കുക, പ്രതിപക്ഷം എങ്ങനെ ഈ കേസ് രാഷ്ട്രീയ ആയുധമാക്കും എന്നൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അതൊക്കെ ആലപ്പുഴയിൽ നിന്ന് യൂഷായി വിലയിരുത്തും. 1989 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നടന്ന മത്സരമാണ് സുധാകരന്റെ വിവാദ പ്രസംഗത്തിന്റെ ആധാരം. കോൺഗ്രസ് നേതാവ് വക്കം പുരുഷോത്തമനും ഇടതുമുന്നണിക്ക് വേണ്ടിയിട്ട് CPM-ലെ KSD നേതാവായിരുന്ന KV ദേവദാസും തമ്മിൽ മാറ്റുരച്ച കാലം. ബാലാനന്ദന്റെ ഭൂരിപക്ഷം കുറച്ച് സുശീല ഗോപാലനും സുശീല ഗോപാലന്റെ ഭൂരിപക്ഷം കുറച്ച് KV ദേവദാസും പരാജയപ്പെട്ട മത്സരം. ആ മത്സരത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചായിരുന്നു സുധാകരന്റെ പരാമർശം. സുധാകരൻ പറഞ്ഞത് അന്ന് തെരഞ്ഞെടുപ്പ് സെക്രട്ടറിയായിരുന്ന താൻ പോസ്റ്റൽ ബാലറ്റ്, തപാൽ ബാലറ്റുകൾ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിച്ച് പൊട്ടിച്ച് പരിശോധിച്ചു, വേണ്ട തിരുത്തലുകൾ വരുത്തിയ ശേഷമാണ് കൈമാറിയത് എന്നായിരുന്നു. ഈ പ്രസംഗം സാധാരണഗതിയിൽ ഉള്ള ഒരു വിവാദത്തിനപ്പുറത്തേക്ക് നിയമപ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേഗത്തിൽ ഇടപെടുകയായിരുന്നു. മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ തീരുമാനിച്ചു. 1951 ജനപ്രാതിനിധ്യ നിയമവും 61 തെരഞ്ഞെടുപ്പ് നടപടിക്രമവും പരിശോധിച്ചുകൊണ്ടുള്ള വകുപ്പുകൾ ചുമത്തിയുള്ള കേസെടുക്കാനുള്ള സാധ്യത ആരായുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കൂടെ ക്രിമിനൽ നിയമ നടപടികളും സ്വീകരിക്കാം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ വേഗത്തിലാക്കി. അമ്പലപ്പുഴ തഹസീൽദാർ സുധാകരന്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി ആ റിപ്പോർട്ട് ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടർക്ക് സമർപ്പിച്ചു. കളക്ടർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറി. അതേസമയം തന്നെ ജില്ലാ വരണാധികാരിയായ കളക്ടർ ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് ഉള്ള SHO, അതായത് ആലപ്പുഴ സൗത്ത് പോലീസ് SHOയ്ക്ക് ഒരു കത്ത് നൽകി. ഇതിൽ നിയമ നടപടിയെടുക്കണം. അദ്ദേഹം അതിൽ നിയമോപദേശം തേടി. നിയമോപദേശം ലഭിച്ചതാവട്ടെ കേസെടുക്കാം എന്നായിരുന്നു. കേസെടുത്തു, FIR ഇട്ട് രജിസ്റ്റർ ചെയ്തു. അതിൽ ബൂത്ത് പിടിക്കൽ മുതൽ
വ്യാജരേഖ ചമക്കൽ വരെയുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസെടുത്തത്. ഈ കേസ് ഇങ്ങനെ നീളുമ്പോൾ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതാണ്. കാരണം 1989 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിലെ തപാൽ വോട്ടുകൾ സംബന്ധിച്ച പ്രതികരണം, ഈ തപാൽ വോട്ടുകൾ പരിശോധിക്കേണ്ടി വരുമോ, അതല്ലെങ്കിൽ പരിശോധിച്ച് ഈ തിരുത്തൽ വരുത്തി എന്നതിന്റെ തെളിവ് കണ്ടെത്താൻ സാധിക്കുമോ എന്നതടക്കമുള്ള കാര്യത്തെക്കുറിച്ച് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കകളുണ്ട് എന്നാണ് നമുക്ക് നിയമവൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് എത്രമാത്രം നിലനിൽക്കും ഈ കേസ് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പോലീസ് കേസെടുത്ത് എഫ്ഐആർ ഇടുമ്പോഴും മൊഴി രേഖപ്പെടുത്തി കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് എന്നത് വരും ദിവസങ്ങളിലാണ് നമുക്ക് അറിയാൻ സാധിക്കുക. ഏതായാലും പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ ജി സുധാകരന്റെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറായേക്കും. കാരണം എഫ്ഐആർ ഇട്ടു എന്നതുകൊണ്ട് മൊഴി രേഖപ്പെടുത്തുന്നതിലേക്ക് പോലീസ് കടന്നേക്കും. പക്ഷേ തുടർ നടപടി തെളിവുകൾ എങ്ങനെ ശേഖരിക്കും എന്നത് സംബന്ധിച്ച ഒരു വലിയ പ്രശ്നം ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. CPM-നാകട്ടെ ഇക്കാര്യത്തിൽ ജി സുധാകരൻ രണ്ടാമത് പറഞ്ഞ, അതായത് ആദ്യം തന്റെ പ്രസംഗം നടത്തുകയും രണ്ടാമത്തെ ദിവസം ബുധനാഴ്ച നടത്തിയ പ്രസംഗത്തെ വ്യാഴാഴ്ച അദ്ദേഹം മറ്റൊരു വേദിയിൽ വെച്ച് തിരുത്തി പറഞ്ഞപ്പോൾ ആ പ്രസംഗത്തിനൊപ്പമാണ് പാർട്ടി ഉള്ളത് എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് വന്നത്. അതായത് CPM അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ്. അതേസമയം ജി സുധാകരനെ പോലൊരാൾ പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹത്തിനെ തിരുത്താനും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തയ്യാറായി എന്നാണ്. കേസെടുത്തതുമായി ബന്ധപ്പെട്ട് ജില്ലാ സെക്രട്ടറി R നാസർ, അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ്, അദ്ദേഹം പറഞ്ഞത് എഫ്ഐആർ ഇട്ട് കേസെടുക്കാനും മാത്രം എന്ത് തെളിവാണുള്ളതെന്നാണ്. ഒരേ സമയം ജി സുധാകരനെ തിരുത്തുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് CPM ചുവടുമാറുമ്പോൾ അതിൽ CPM പ്രതിരോധിക്കാൻ തീരുമാനിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ പ്രതിപക്ഷ കക്ഷികളാവട്ടെ ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ CPM കള്ളയോട്ട് ചെയ്യാറുണ്ട്, തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാറുണ്ട് എന്ന്. ആ വാദം ഉയർത്തി മുന്നോട്ട് പോകുന്നു. ആദ്യം K മുരളീധരൻ, പിന്നീട് രമേശ് ചെന്നിത്തല, AA ഷുക്കൂർ, ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള ആളുകൾ, ജില്ലയിലെയും ജില്ലയ്ക്ക് പുറത്തുമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ രംഗത്ത് വന്ന് CPM-നെതിരെ പ്രതിരോധം, അതായത് CPM-നെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള പ്രസ്താവനകളുമായി രംഗത്ത് വരുന്നു. എന്ന് പറഞ്ഞാൽ ജി സുധാകരൻ നടത്തിയ പ്രസംഗം പതിവ് രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് തന്നെ നിലനിൽക്കും എന്നതാണ്. നിയമപ്രശ്നം ഒരു വശത്ത് നിലനിൽക്കുമ്പോൾ മറുവശത്ത് അതൊരു രാഷ്ട്രീയ പ്രശ്നമായി നിലനിൽക്കും എന്ന കാര്യം ഉറപ്പാണ്. അത്രത്തോളം ആഴമുള്ള ഒരു പ്രസംഗമാണ് വിവാദത്തിന് ആധാരമാക്കി ജി സുധാകരൻ ബുധനാഴ്ച NGO സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന ഒരു സമ്മേളനത്തിൽ സംസാരിച്ചത് എന്നത് സാരം. അതുകൊണ്ട് വരും ദിവസങ്ങളിലും കെട്ടടങ്ങാതെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും നിയമവൃത്തങ്ങളിലും ഈ പ്രസംഗം അലയൊലിയായി നിൽക്കും എന്ന കാര്യം ഉറപ്പാണ്. ഷൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ CPM-നെതിരെ പ്രതിപക്ഷം എന്നും ഉയർത്തുന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലുള്ളതായിരുന്നു സുധാകരന്റെ പരാമർശങ്ങൾ. അതൊരു വടികൊടുത്ത അടിവാങ്ങൽ തന്നെയാണ്. വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാകും സുധാകരന്റെ ഈ വാവിട്ട വാക്ക് കാരണമാകുക.